ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വേരിയതുമായിട്ട് DIY വീഡിയോ അല്ല. നമ്മൾ ഒരു ഒറ്റപ്പെട്ട ഒരു മലയോര മേഖലയിൽ എനിക്കൊരു ചെറിയ വീടും സ്ഥലവുമുണ്ട്. നമ്മളൊരു 2014 ഇവിടെ വന്നിട്ട് ഈ സ്ഥലം മേടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഫാം തുടങ്ങുകയും പിന്നെ കൃഷികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു 3 വർഷം ഉണ്ടാവുകയും ചെയ്തായിരുന്നു. എന്നാൽ അതിനുശേഷം അത് വലിയ ലാഭകരമല്ലാതെ കൊണ്ടും നമ്മുടെ ബിസിനസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മോശമാവുകയും ചെയ്തതിനെ തുടർന്ന് നമ്മളത് ഇവിടുന്ന് വീണ്ടും അവസാനിപ്പിച്ച് തിരിച്ച് നമ്മൾ പാലക്കാട് പോയി സെറ്റിലാവുക, ഓഫീസിൻ്റെ ഭാഗത്ത് പാലക്കാട് പോയിട്ട് സെറ്റിലാവുകയും അവിടെ താമസിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു 1.5 വർഷത്തോളമായി നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ. ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളിങ്ങോട്ട് നടന്നു വരാനുള്ള വഴി. റോഡില്ല, നടന്നു വരാനുള്ള വഴികളാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം മുതൽ നമ്മുടെ സ്ഥലമാണ്. ഇവിടെ താഴെ ഇതൊരു റിസോർട്ടാണ്. ഇതങ്ങനെയുള്ളൊരു ഏരിയയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏറ്റവും കുറഞ്ഞ ഇത് ഒരു 16-15 ഡിഗ്രി വരെ കുറഞ്ഞ താപനിലയും മാക്സിമം ഒരു 33 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ചൂട് വരുന്നത്. ഇത് നമ്മുടെ ബോർവെല്ലാണ്. നമ്മളുടെ ഇവിടുത്തെ ഫാമിൻ്റെ ആവശ്യത്തിനും കൃഷിയുടെ ആവശ്യത്തിനൊക്കെ എടുത്തിരുന്ന, നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുത്തിരുന്ന ബോർവെല്ലാണ്. അതിവിടെ ഉണ്ട്. പിന്നെ നമ്മളിതിൽ കുരുമുളക്, കൊക്കോയ, അതുപോലെയുള്ള പഴവർഗ്ഗ ചെടികൾ, വാഴ, അങ്ങനെയുള്ള സാധനങ്ങൾ, പ്ലാവ്, ഇപ്പം ഞാവൽ, ഗ്രാഫ്റ്റ് ചെയ്ത ഞാവൽ, മാങ്കോസ്റ്റിന് ഒക്കെ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നമ്മളതിനകത്ത് നട്ടുപിടിപ്പിച്ചിരുന്നത്. അതുപോലെ ഒരു കാറ്റിൽ ഫാമും ഉണ്ടായിരുന്നു. നമ്മളത് പടിപടിയായിട്ട് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ നമ്മളൊരു 3 പടിപടിയായിട്ട് 3 എത്തിച്ചപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലായി ഇതിനകത്ത് ഇവിടുത്തെ പ്രശ്നങ്ങളും നമുക്കതിൽ നിന്ന് മെച്ചം ഉണ്ടാകത്തില്ല എന്നുള്ള മനസ്സിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. അതിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്തില്ല. കാരണം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പാലിൻ്റെ വിപണനമാണ്. നമുക്ക് സൊസൈറ്റി വഴിയാണ് വിപണനം നടക്കത്തുള്ളൂ. കാരണം ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടക്കത്തില്ല. സൊസൈറ്റിയിൽ നമുക്ക് 36 രൂപയ്ക്ക് ഞാൻ വിൽറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത്, 36 രൂപ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് 18 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. പകുതി പൈസ ആ സാധനം തന്നെ അവർ അപ്പം തന്നെ വേണമെങ്കിൽ 36 രൂപയ്ക്ക് മറിച്ച് വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കത് മുതലാവാതെ വന്നുകൊണ്ടാണ് നമ്മളത് ഇവിടുന്ന്, അതിനകത്ത് കുറേ കള്ളക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ബലം പിടിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് നിർത്തി പോവുകയാണ് ചെയ്തത്. വലിയൊരു ചിക്കുണ്ട്, പൂത്തുനിൽപ്പുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം, വളരെ സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴെ എന്നുള്ള വ്യൂ. ഒരു ചെറിയ വീടാണ്. ഒരു 375 സ്ക്വയർ ഫീറ്റ് മെയിനായിട്ടുള്ള ഓടിട്ട ഭാഗവും പിന്നെ സൈഡിലൊരു ചെറിയൊരു ടോയ്ലറ്റും അതിനോട് അനുബന്ധിച്ച് ഒരു ചെറിയ റൂമും കൂടെ, ഒരു മൊത്തത്തിലൊരു 500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ളൊരു വീടാണിത്. അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഇങ്ങനെയുള്ള പൈനാപ്പിള്, ചിക്കു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒത്തിരി എന്തൊക്കെയാണ് പിടിപ്പിച്ചതെന്ന്, എന്തൊക്കെയാണ് ഇപ്പം കുറേ നമ്മളിപ്പോൾ പശുവിനെയൊക്കെ കയറ്റിയും ആൾക്കാർ വെട്ടിപ്പറിച്ച് കളഞ്ഞും ഒക്കെ കുറേ നശിപ്പിച്ചു. ചെറിയ കാപ്പികൾ, വലിയ കാപ്പികൾ, അവിടെ പനിനീർച്ചാമ്പ, വാഴ, വലിയൊരു കുടംപുളിയുണ്ട് അവിടെ. തെങ്ങൊക്കെ കുറേയൊക്കെ പോയി. ഇവിടെ ഭയങ്കര കുത്തിക്കളയുന്നൊരു വണ്ടിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി നശിച്ചു പോയി. ഈ തെങ്ങൊക്കെ ഇപ്പം കായ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റേ കുള്ളൻ തെങ്ങുകൾ മേടിച്ച് വെച്ചിരുന്നതാണ്. 5 വർഷം ആയതാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇട്ടിട്ട് പോയതുകൊണ്ട് ഇതിന് ക്ഷീണം വന്നിട്ടാണ്. ഇതിന് മുമ്പ് ഇത് കായ്ക്കേണ്ടതായിരുന്നു. അവിടെ ഉണ്ടൊരു വലിയ ചിക്കു ഉണ്ട്. അതിനപ്പുറത്ത് വെൽവെറ്റ് ആപ്പിൾ ഉണ്ട്. ഇതാണ് വീടിൻ്റെ താഴെ എന്നുള്ളൊരു വ്യൂ. അന്നേരം നമ്മൾ നിറച്ച് റോസയും മറ്റുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് മുറ്റം കംപ്ലീറ്റ് ചെടിയും പച്ചക്കറിയും മാത്രമായിരുന്നു. അപ്പോൾ എല്ലാം കാട് കയറി പോയതുകൊണ്ട് കുറച്ച് ചെടികൾ മാത്രം ബാക്കി നിൽപ്പുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത നെല്ലി ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല, അങ്ങ് ഒത്തിരി മലയോര മേഖലകളുടെ മലകളും വ്യൂസും ഒക്കെ കാണാം. ഈ ഭാഗത്തും കാണാൻ പറ്റും. ഇവിടെ എല്ലാം അവിടെയുള്ള ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ, പിന്നെ അപ്പുറത്തെ കർണാടകയുടെ മലനിരകൾ, ഫോറസ്റ്റ് ഏരിയ ആണ് അതെല്ലാം. അതൊക്കെ കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ തൊഴുത്ത്. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. നമ്മൾ ലാസ്റ്റ് സമയത്ത് വന്നപ്പോഴും ഇതൊക്കെ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ വന്നപ്പോഴത്തേക്കെല്ലാം പൊളിഞ്ഞ് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ വെട്ടി നശിപ്പിച്ചതാണ്. ഒരു മലേഷ്യൻ മാവായിരുന്നു. തീരെ ചെറു നിലത്തിൽ നിന്ന് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങിയതായിരുന്നു. കായ്ച്ചുകൊണ്ടിരുന്ന മാവാണ്. അത് കുറച്ചുകൂടെയൊക്കെ നല്ലോണം പടർന്ന് നല്ല ഷേപ്പിലുണ്ടായിരുന്നു. അതിന് മണ്ടയൊക്കെ വെട്ടിക്കളഞ്ഞിപ്പോൾ തളുത്ത് വരുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഗ്രാഫ്റ്റ് മാവുകൾ അത്രയും വലുതായിട്ടുണ്ട്. അതും ഈ തവണ കായ്ച്ചിട്ടൊന്നുമില്ല. പിന്നെ മൾബറി, കൊക്കോ. ഇവിടുത്തെ വലിയൊരു അത്തിയുണ്ട് മുറ്റത്ത്. ഈ മുറ്റത്തിന് മൊത്തം ഇതൊരു 1:15 ഇപ്പോൾ സമയം. ആ സമയത്ത് പോലും ഇവിടുത്തെ ഈ മുറ്റത്ത് ഇതുപോലെ തണൽ വീഴ്ത്തുന്നത് ഈ ഒരു വലിയ അത്തിയാണ്. നമ്മൾ വന്ന സമയത്ത് മേടിച്ച് വെച്ചിരുന്നായിരുന്നു. ഒരു 6 വർഷം പഴക്കമേ ഉള്ളൂ ഇതിന്. അതുപോലെ ഇതിൽ ഒത്തിരി തരം പക്ഷികൾ, ഓന്ത് ചാടിക്കയറി പോകുന്നു. ഇത് കഴിക്കാൻ കൊള്ളുന്ന അത്തിയല്ല,
തണലത്തിയാണ്. തണലിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചതാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്നുള്ള വലിയ വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പശുക്കളുടെ ഫാമിലേക്കും വേണ്ടിയിട്ടും അവർക്കും തണലിന് വേണ്ടിയിട്ടും ഒക്കെ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ വിത്ത് കാ വീണ് അവിടെ തന്നെ അതൊരു വളമായി മാറുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം ഇതിൻ്റെ ചാണകമൊന്നുമല്ല, ഇത് പിന്നെ കായ് വലയും വീണ് അതൊരു ചാണകം പോലെ ആയി മാറുന്നൊരു അവസ്ഥ. വേണമെങ്കിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത്രയധികം കായ് ഇതേലുണ്ടായി പൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഇലയും. പിന്നെ ഇതൊക്കെ ഒത്തിരി നാട്ടുകാർ വെട്ടി നശിപ്പിച്ചതാണ്. ഇതൊക്കെ ഈ കമ്പ്, ആ കമ്പിൻ്റെ വലിയ കമ്പുകൾ ഇതിവിടെ വെച്ച് മുറിച്ച് കളഞ്ഞു. ഒത്തിരി വെട്ടിയില്ലെങ്കിൽ ഒത്തിരി കുറച്ചുകൂടെ നല്ലോണം പടർന്ന് നല്ല തണലിനുള്ള ഒരു സംഭവമായിരുന്നു. കുറേയൊക്കെ വെട്ടി നശിപ്പിച്ചു ആൾക്കാർ. ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. പുറവശത്തൊക്കെ മരങ്ങളാണ്. അതിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ ചാഞ്ഞ് കിടക്കുക. നമ്മളത് വെട്ടാത്തതുകൊണ്ടൊക്കെ ഒത്തിരി നമ്മൾ വെട്ടി തെളിച്ചിടുന്നൊരു പരിപാടിയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ഫാമിംഗ് ആണ്. എല്ലാ മരങ്ങളും അതിൻ്റെ കൂടെ മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇടകലർന്ന് വളരുന്നൊരു രീതിയിലുള്ളൊരു ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. അതിന് വളരാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം തെളിച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് മരങ്ങളായാലും അതിനെ വളർത്തുക, അതിലേക്ക് കൊടിയൊക്കെ ഇടുക. വീടിൻ്റെ മണ്ടയ്ക്കോട്ടാണെങ്കിലും തന്നെ അത് വീടിനൊരു തണുപ്പ് കിട്ടും. അതിലൊക്കെ നല്ലോണം പാഷൻ ഫ്രൂട്ടൊക്കെ നല്ലോണം പടർത്തിയിട്ട് നല്ലോണം കായ്ച്ച് നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ഇതിലും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ നിറച്ചുണ്ടായിരുന്നാലും ആ മരത്തിലൊക്കെ ആകാശവെള്ളരി മറ്റുള്ള കാര്യങ്ങൾ ജയൻറ്റ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. മുറ്റത്ത് തന്നെ വലിയൊരു മണി പ്ലാന്റിൻ്റെ കവുങ്ങിലുണ്ടായിരുന്നു. അതെല്ലാം ഒടിഞ്ഞു പോയി കവുങ്ങൊക്കെ. മുറ്റത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂസ് ഇതാണ്. അപ്പുറത്തെ വ്യൂ കൂടെ കാണിച്ചിട്ട് നമ്മളതിൻ്റെ ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് മലയൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടെ താറാവിനെ വളർത്തിയിരുന്നു നമ്മളിവിടെ താമസിച്ച സമയത്ത്. അന്നേരം അതുങ്ങൾക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയിരുന്ന ചെറിയൊരു ബാരൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നൊരു ഇതാണ്. ചെറിയൊരു കുളം പോലെ ആക്കിയിരിക്കുന്നത്. നമ്മൾ പോയ സമയത്ത് അതൊന്നും നശിപ്പിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മളിവിടെ ഉള്ള സമയത്ത് തന്നെ ഇവിടെ ഒത്തിരി പക്ഷികൾ വന്നിട്ട് കുടിക്കുകയും വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. വെള്ളമൊക്കെ മോശമായിരുന്നു. ഇത്രയും ചപ്പുകളൊക്കെ വീണ് നാശമായ ഒരവസ്ഥയിലായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും അത് നമുക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പക്ഷികൾ വന്ന് കുളിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ 2 ഓപ്പൺ ആയിട്ടുള്ള ടാങ്കുകളുണ്ട്. അത് നമ്മൾ നിറച്ചിട്ട് കെട്ടാണ് പോയത്. ഇവിടെ ഈ പേര ഇതൊക്കെ ലെയർ ചെയ്തെടുത്തിട്ട് വെച്ച് വളർത്തിയെടുത്ത പേരകളാണ്. അതിൻ്റെ ഇങ്ങോട്ടുണ്ടായിരുന്ന കമ്പുകളെല്ലാം വള്ളികളെല്ലാം കൂടെ കയറി ചുറ്റി നശിച്ചു പോയി. എങ്കിലും ഈ ഭാഗത്തുള്ളത് ബാക്കിയുണ്ട്. അപ്പുറത്ത് വേറെ പേരയുണ്ട്, പ്ലാവുണ്ട്. ഇവിടെ ഈ മുറ്റത്ത് തന്നെ നമ്മൾ ചാമ്പ ഒക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് മുകളിൽ നിന്നൊരു കുറച്ച് വലുതായതിനെ പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വളർത്തിയതാണ്. ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ പ്രതീതിയാണ്. കൃഷികളൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്ന വേറെയുള്ള സ്ഥലമാണ്. പിന്നെ പുറത്തോട്ടൊക്കെ അങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ വലിയ കുഴിയും വലിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ താഴോട്ടൊക്കെ നല്ല കുഴി പോലെയുള്ള സ്ഥലങ്ങളാണ്. അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലകൾ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ആകപ്പാടെ ഒച്ചപ്പാടും ബഹളം എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ ഒക്കെ ഉള്ള ബഹളം ഒച്ചപ്പാടൊക്കെ തന്നെയുള്ളൂ. ഇത് നമ്മുടെ താറാവിനെ വളർത്തിയിരുന്ന താറാവിനെ വൈകിട്ട് കയറ്റിയിട്ടിരുന്ന കൂടാണ്. അതിനപ്പുറത്ത് ഒരു ചെറിയ ആട്ടും കൂടുണ്ടായിരുന്നു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇതാണ് പുറകിലിങ്ങനെ കംപ്ലീറ്റ് മരങ്ങളിലും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ വലിയ പ്ലാവാണത്. അതിൽ നിറച്ച് നല്ല ചക്ക ഉണ്ടാകുന്ന വരിക്കച്ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ്. ഇവിടെയൊക്കെ കൊക്കോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തവണ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം വന്നതെന്ന് പറയുന്നത് നായ്ക്കരണമാണ്. അത് ഫുള്ള് കയറി. അതാണ് ഈ മുകളിൽ കൂടെ ഈ അടഞ്ഞു കിടക്കുന്നത്. ഇതിൽ കാണാൻ പറ്റുന്ന തരത്തിൽ അതിലൊക്കെ നായ്ക്കരണം പൂത്തും കായ്ച്ചും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വെട്ടാതിരിക്കുന്നത്. വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പറന്നു കഴിഞ്ഞാൽ ചൊറിയാനുള്ള സാധ്യതയുണ്ട്. വെട്ടണം. നമുക്കതിനെല്ലാം ഒതുക്കി വൃത്തിയാക്കി എടുക്കണം. പുറവശമൊക്കെ തിട്ടിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു വനത്തിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നൊരു ഫീലാണ്. അവിടെയൊക്കെ അത് നായ്ക്കരണം ഒത്തിരി കാഴ്ച കിടക്കുന്നു. ഇവിടെയൊക്കെ കാണും. അതിൻ്റെ പൂവ് ഉണങ്ങിപ്പോയതാണ്. ഇതാണ് അതിൻ്റെ പൂവ്. കൊലകൊലയായിട്ട് പൂവുണ്ടാവും, കൊലകൊലയായിട്ട് കായും ഉണ്ടാവും. കായാണ് ചൊറിയുന്നത് കൂടുതലായിട്ട്. അതിൻ്റെ വള്ളി മുട്ടിയാലും ചെറുതായിട്ട് ചൊറിയും. ഡോറുകളൊക്കെ ഏകദേശം ചെതൽ നിന്ന് കംപ്ലീറ്റ് നാശമായി. പതിമൂന്നോ 14 തേനീച്ചക്കൂടുകളുണ്ടായിരുന്നു നമുക്ക് ഇത് കണക്കത്തെ ഈ ചെറുതേനീച്ചക്കൂട്. അത് പുറത്തുണ്ടായിരുന്ന മിക്കതും ആൾക്കാരെടുത്തിട്ട് പോയി.
ഇവിടെ ഒരു മുന്തിരി ചെടി ഉണ്ടായിരുന്നതിനെ വെട്ടിക്കളഞ്ഞ് നശിപ്പിച്ചതിൻ്റെ തളിപ്പ് ഇപ്പോൾ കയറി വരുന്നതാണ് വീണ്ടും. ഇതൊക്കെയാണ് മുകളിലോട്ടുള്ള വ്യൂ. അവിടെ പ്ലാവുണ്ട്, അവിടെ വലിയ ആഞ്ഞിലിയുണ്ട്. ആ കാണുന്നൊരു കിണറാണ്, അവിടെ അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മളത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, ബോർവെല്ലുള്ളതുകൊണ്ട്. വേനലാകുമ്പോഴത്തേക്ക് അത് പറ്റും. അപ്പം നമ്മൾ DIY ആയിട്ട് നമ്മളിതിനെ ഈ വീഡിയോയെ ബന്ധിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ഈ വീട് ഏകദേശം ഉരുണ്ട് വീഴാറായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിങ്ങനെ കോടിക്കഴുക്കോൽ ദ്രവിച്ച് പോയിട്ട് അല്ലെങ്കിൽ ചതിൽ നിന്ന് പോയിട്ട് അത് വളഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മരം മാറ്റിയിട്ട് തടിയുടെ കഴുക്കോലും മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നമുക്കതിനെ ഇരുമ്പാക്കി വെൽഡ് ചെയ്തിട്ട് മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു മോഡിഫൈ ചെയ്ത് വേറൊരു തരത്തിലാക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോകൾ നമ്മൾ DIY ആയിട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ മുകളിൽ കംപ്ലീറ്റ് ഇലകളും വീണ് അതുപോലെ ഈ നായ്ക്കറണവും മറ്റുള്ള വള്ളികളെല്ലാം കയറി കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ്. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. നമുക്കിതിനെ പയ്യെ ഇളക്കിയെടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് മുട്ട് കൊടുക്കേണ്ടതായിട്ടില്ല, നമുക്കിതിന് മുകളിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ഓടെല്ലാം പറക്കിയെടുത്തിട്ട് നമുക്കതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെ കൊക്കോയാണ് ഈ മരങ്ങൾ. ഇപ്പം സീസണല്ല, പൂക്കുന്ന സീസണായിട്ടേ ഉള്ളൂ. അണ്ണാനൊക്കെ തിന്നിട്ട് ബാക്കി നിൽക്കുന്ന തൊണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കത്തെ അവസ്ഥയാണ്. ഒരു തുള്ളി വെളിച്ചം ഇവിടെ മണ്ണിൽ വീഴാത്ത അവസ്ഥയാണ്. ഇതാണ് നായ്ക്കർണത്തിൻ്റെ കായ. ഈ കിടക്കുന്നതാണ് നായ്ക്കർണത്തിൻ്റെ കായ. ഇഷ്ടം പോലെയുണ്ട് ഇവിടെ. ഉണങ്ങാനായിട്ടില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പൊടി പറന്നിട്ട് കംപ്ലീറ്റ് തൊങ്ങലാണ് ഇതിൽ. ഈ പൊടിയാണ് പറന്ന് വന്നിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇതെന്തൊക്കെയോ മരുന്നൊക്കെയാണെന്നൊക്കെ ആണ് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ കുരുമുളക് പൊടിയുടെ വിളവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നേരം, അതായത് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ട് ഒരു കാര്യവും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഈവൻ നമ്മൾ വിളവെടുക്കാൻ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇതിനെ വളരാൻ അനുവദിച്ചാലുള്ളൊരു ഗുണമാണ് ഇതൊക്കെ. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടുന്നൊരു കുഴിയെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇരുതലമൂരി എന്ന് പറയുന്ന പാമ്പിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്കയൊക്കെ ആയി വരുന്നുണ്ട്. ഏലമാണ്. ഏലത്തിൻ്റെ കുറേ മൂടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ പോയി, എന്നാലും കുറേയൊക്കെ ബാക്കി നിൽപ്പുണ്ട്. കായൊന്നുമുള്ള സമയമാണെന്ന് തോന്നുന്നില്ല. ഓറഞ്ചിൻ്റെ മരമാണിത്. ഇതിൻ്റെ മുകളിലത്തെ തട്ടിന് നമുക്ക് വേറൊരു കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അവിടെ നമുക്കൊരു റിസോർട്ടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇവിടെ ആകെയുള്ള ശബ്ദം എന്ന് പറയുന്നത് ഈ കാറ്റിൻ്റെ ശബ്ദവും അതുപോലെയുള്ള ഈ പക്ഷികളുടെ ഈ ഒച്ചപ്പാടും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത്ര ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ക്ലൈമറ്റ് ആണെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മളൊന്നും വീടിൻ്റെ ഉള്ളിൽ ഇതുവരെ ഫാൻ പോലും പിടിപ്പിച്ചിട്ടില്ല. ഫാനിൻ്റെ ആവശ്യമില്ല രാത്രിയിൽ, പക്ഷേ ഹീറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ഹീറ്ററൊന്നും വെച്ചിട്ടില്ല. തണുപ്പ് ഒരു 16 ഡിഗ്രി അല്ലെങ്കിൽ 14 ഡിഗ്രി വരെയൊക്കെ വരുന്നുണ്ട് ഏറ്റവും ലീസ്റ്റ്. ഉച്ച സമയത്തൊക്കെ ഇതാണ് അവസ്ഥ. നട്ടുച്ച സമയത്തെ അവസ്ഥ ഇതാണ്. കംപ്ലീറ്റ് തണൽ വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ വെയിലിനാണെങ്കിലും അതിന് ചൂടില്ല. മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ വയനാടിൻ്റെയൊക്കെ ഒരു കാലാവസ്ഥയാണ്. കണ്ണൂർ ജില്ലയിൽപ്പെട്ട സ്ഥലമാണിത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഈ വീടിൻ്റെ ഇത് പൊളിച്ച് പണിയുന്നതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളുടെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു 15 ദിവസത്തേക്ക് വന്നായിരുന്നു ഇവിടെ, പക്ഷേ ഇപ്പം വീടിങ്ങനെ കണ്ടതുകൊണ്ട് നമ്മളതിപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ വർക്ക് തീർത്തിട്ടായിരിക്കും നമ്മൾ തിരിച്ച് സ്ഥലത്തേക്ക് പോവുക. അവിടുത്തെ അത് വാടക വീടാണ്, ഇതാണ് സ്വന്തമായിട്ടുള്ള വീട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നോട് എപ്പോഴാണ് മണ്ണ് വാരണമെന്ന് പറഞ്ഞേക്കുന്നത്? മണ്ണ് വാരി എപ്പോഴാണ് കളിച്ചോളാൻ പറഞ്ഞേക്കുന്നത്? പിന്നെ എന്തിനാ ഇപ്പോഴാണ് ഇറങ്ങി?